കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി അല്ലെങ്കിൽ ലൈവുകളിലായി ജാസ്മിൻ ആകെ തകർന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആയ ശേഷം അതിൻ്റെ ഒരു പവർ ഒന്നും യൂസ് ചെയ്യാൻ ജാസ്മിനെ കൊണ്ട് പറ്റുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ സായി തന്നെ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാവരും വിചാരിച്ചു എന്തിനാണ് സായി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പറയാൻ പോയത് എന്ന് കരുതിയെങ്കിലും പിന്നീട് ജാസ്മിൻ ഡൗൺ ആവുന്നതാണ് നമ്മൾ കണ്ടത് ഗെയിമിലൊക്കെ. എന്നാൽ ഇത് നോറയെ പറഞ്ഞ കാര്യവും ചില ആംഗ്യങ്ങളും ജാസ്മിന് തന്നെ തിരിച്ചടിച്ചതാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസ് തല തിരിച്ചു വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ഗബ്രിക്ക് നേരെ വരുന്നതും ജാസ്മിന് നേരെ വരുന്നതും എല്ലാം അങ്ങ് ഏറ്റെടുത്ത് ബഹളം വയ്ക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ജാസ്മിൻ്റേത്. ഇന്ന് എന്നാൽ ജാസ്മിൻ ഗബ്രിയോട് നിലവിളിച്ച് കരയുകയാണ്. തനിക്ക് എന്തെങ്കിലും വന്നാൽ, തനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഈ ഹൗസിലെ ആരെങ്കിലും അത് ബാധിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും അതിൽ സങ്കടം വരുന്നുണ്ടോ എന്നൊക്കെ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ഗബ്രിയോട് ചോദിക്കുകയാണ്. ഇതിൽ കുറച്ച് ദിവസം മുൻപൊരു സംഭവം നടന്നിരുന്നു. കാരണം നോറയും ജാസ്മിനും തമ്മിൽ വലിയൊരു തർക്കമുണ്ടായി. അപ്പോൾ നോറ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാണ് എൻ്റെ നമ്പർ തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ തർക്കത്തിനിടയിൽ ജാസ്മിൻ പേപ്പർ കീറുന്നത് പോലെ ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കീറി എന്നൊരു ആംഗ്യം കാണിച്ചിട്ട് നോറ തീർന്നു, നോറ കീറി, നോറ തീർന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സംഭവത്തിന് ശേഷം ശരിക്കും തീർന്നത് ജാസ്മിനാണ്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുമ്പോഴത്തേക്കും വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാനുണ്ട്, അപ്സരയുണ്ട്, റസ്മിനുണ്ട്, അർജുനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഗബ്രിയോ റസ്മിനോ അർജുനോ ആരും തന്നെ ജാസ്മിൻ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ആരെയും എഫക്റ്റ് ചെയ്തെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നോറയെ കളിയാക്കി നോറയുടെ കാര്യം തീർന്നു, ഇനി അടുത്ത നോറ എലിമിനേറ്റ് ആയി പോകാൻ പോവുകയാണെന്നൊരു സൂചനയാണ് ജാസ്മിൻ തന്നത്. എന്നാൽ അതിന് പിന്നാലെ ഇതെല്ലാം ജാസ്മിന് തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.